എല്ലാവർക്കും നമസ്കാരം. ഒന്നാമത്തെ ശ്ലോകം ഒന്നുകൂടി ഓടിച്ചിങ്ങനെ പറഞ്ഞാൽ, ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിക്കുകയും സ്ഥിതി ചെയ്യുകയും സംഹരിക്കുകയും ചെയ്യുന്നത് ഏതൊരു ഈശ്വരനാണോ, ആ സർവജ്ഞനും അതുപോലെ സ്വയം പ്രകാശിക്കുന്നവനുമായ ആ ഈശ്വരനെ ഞങ്ങൾ ആശ്രയിക്കുന്നു. ആ ഈശ്വരൻ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നത് യഥാർത്ഥത്തിൽ ഇല്ലാത്തത് ഉണ്ട് എന്ന തോന്നലായിട്ടാണ് പ്രപഞ്ച സൃഷ്ടി ഉള്ളത്. മായയായിട്ടും ഒക്കെ നമുക്ക് സൃഷ്ടി ഉണ്ട് എന്ന് തോന്നുന്നു. ആ തോന്നൽ ഇല്ലാതെയാക്കി ഈ സത്യസ്വരൂപനായ ഈശ്വരനെ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ധ്യാനിക്കുന്നു. ഇവിടെ ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ആചാര്യൻ, അതുപോലെ ശിഷ്യന്മാര്, അല്ലെങ്കിൽ ഗുരു ശിഷ്യന്മാര്, വക്താവ് ശ്രോതാവ്, അപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ, പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഞാൻ, നമ്മൾ ഒരുമിച്ച് ധ്യാനിക്കുന്നു എന്നാണ് ഇവിടുത്തെ മന്ത്രത്തിന്റെ ഈ പ്രാർത്ഥനയുടെ ആദ്യത്തെ ശ്ലോകത്തിന്റെ അർത്ഥം. കൂടുതൽ നമുക്ക് ഭാഗവതം തുടങ്ങുമ്പോൾ ഈ ശ്ലോകം അപ്പോൾ കാണും. ഇനി രണ്ടാമത്തെ ശ്ലോകത്തില് നമ്മളോട് കാണിച്ചു തരുന്നത് ഈ സത്യത്തെ സാക്ഷാത്കരിക്കാനുള്ള മാർഗം എന്താണ് എന്നാണ്. സത്യത്തെ സാക്ഷാത്കരിക്കാനുള്ള മാർഗം ധർമ്മമാണ്. സത്യസാക്ഷാത്കാരത്തിനുള്ള മാർഗം ധർമ്മമാണ്. ധർമ്മ പ്രോച്ഛിത കൈതവോത്ര പരമോ നിർമ്മത്സരാണാം സദാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം ശ്രീമദ് ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വര സദ്യോ ഹൃദ്യവരുദ്ധ്യതേത്ര കൃതിഭി ശുശ്രൂഷുഭി തൽക്ഷണാൽ. ധർമ്മ പ്രോച്ഛിത കൈതവോത്ര, പ്രോച്ഛിത കൈതവമായ, പ്രോച്ഛിത കൈതവം എന്ന് വെച്ചാൽ കളങ്കമില്ലാത്തത് എന്നോ അർത്ഥം. അപ്പൊ ഭാഗവത ധർമ്മമാണ് ഇവിടെ സൂചിപ്പിക്കുന്ന വിഷയം. ഭാഗവത ധർമ്മം എങ്ങനെയുള്ളതാണ്? ഭഗവാനെ അറിയുവാനുള്ള ധർമ്മമാണ് ഭാഗവത ധർമ്മം. ഈ ധർമ്മം അത് എങ്ങനെയുള്ളതാണ്? കളങ്കമില്ലാത്തതാണ്. ധർമ്മത്തിൽ എങ്ങനെയാണ് കളങ്കം ഉണ്ടാവുക? ധർമ്മത്തിൽ കളങ്കം ഉണ്ടായാൽ അത് അധർമ്മമായി മാറില്ലേ? ഇങ്ങനെയൊക്കെ ചോദ്യങ്ങൾ ഉണ്ടാവും. ഇവിടെ സാമാന്യമായ ആശയം എന്താണെന്ന് വെച്ചാൽ, ധർമ്മത്തിൽ കളങ്കം എന്ന് പറയുന്നത് എന്താ? പരസ്പരം സംഘർഷം ഉണ്ടാക്കുന്ന ധർമ്മങ്ങൾ, അതായത് സ്ത്രീധർമ്മം, പുരുഷധർമ്മം. സ്ത്രീധർമ്മത്തിൽ തന്നെ അമ്മയുടെയും മകളുടെയും ഭാര്യയുടെയും ഒക്കെ ധർമ്മമുണ്ട്. പുരുഷധർമ്മത്തിൽ അച്ഛന്റെയും സഹോദരന്റെയും ഒക്കെ ധർമ്മമുണ്ട്. അപ്പൊ ഈ ധർമ്മങ്ങൾ തമ്മിൽ സംഘർഷങ്ങൾക്ക് സാധ്യതയുണ്ട്. നമ്മുടെ നിത്യജീവിതത്തിൽ നമുക്കൊക്കെ അറിയാം. അപ്പൊ അങ്ങനെയുള്ള സംഘർഷങ്ങൾ ഉണ്ടാക്കുന്ന ധർമ്മത്തെ കൊണ്ട് സത്യത്തെ സാക്ഷാത്കരിക്കാൻ സാധ്യമല്ല. കാരണം സത്യം എന്ന് പറയുന്നത് എപ്പോഴും എങ്ങനെയുള്ളതാണ്? സത്യം ശിവമാണ്, സുന്ദരമാണ്. ശിവം എന്ന് പറഞ്ഞാൽ ശാന്തി, ശാന്തം എന്നാണ് അർത്ഥം. ശാന്തമാണ്, സ്വസ്ഥതയാണ്. അപ്പൊ അത് ഒരിക്കലും സംഘർഷത്തിൽ നിന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് പരമമായ സത്യത്തെ സാക്ഷാത്കരിക്കാൻ ഉള്ള ധർമ്മത്തിൽ ആ വക കളങ്കങ്ങൾ ഉണ്ടാകരുത്. പ്രോച്ഛിത കൈതവമായ ധർമ്മമാണ് അങ്ങനെയുള്ള ധർമ്മം. അപ്പൊ അതില് അച്ഛനെന്നോ അമ്മയെന്നോ ഭാര്യയെന്നോ ഭർത്താവെന്നോ രാജാവെന്നോ പരിവാരങ്ങളെന്നോ ഇങ്ങനത്തെ വേർതിരിവുകളൊന്നും ഇല്ലാത്ത, ഇന്നല്ല, മനുഷ്യൻ, മൃഗം, പക്ഷികള്, സസ്യലതാദികള്, മരങ്ങള്, ഇങ്ങനെ ജീവനുള്ളത് ഇല്ലാത്തത് എന്നുള്ള യാതൊരു ഭേദവും ഇല്ലാതെ ആശ്രയിക്കുന്ന സാധകനും ആശ്രയിക്കുന്ന ഈശ്വരനും, സാധകൻ ഈശ്വരൻ, ഈ രണ്ട് വസ്തുക്കൾ മാത്രമുള്ളതാവണം കളങ്കമില്ലാത്ത ധർമ്മം. അതാണ് ഭാഗവത ധർമ്മം എന്നാണ് പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഭാഗവത ധർമ്മം, പ്രോച്ഛിത കൈതവമായ ആ ഭാഗവത ധർമ്മം, അത് ഭാഗവതത്തിൽ പറഞ്ഞിട്ടുണ്ട്. നിർമ്മത്സരന്മാരായ സത്പുരുഷന്മാർക്ക് മാത്രം അറിയുന്നതാണ് ഈ ഭാഗവത ധർമ്മം. നിർമ്മത്സരന്മാർ, കാരണം എന്താ? മത്സരബുദ്ധി ഇല്ലാത്തവർ. മത്സരബുദ്ധി എപ്പോഴാണ്ടാവുക? ആദ്യം എത്തണം. ആദ്യം എത്തിയാൽ കൂടുതൽ എന്തോ വിശേഷപ്പെട്ടത് കിട്ടും. ഈ ധാരണ നമ്മൾ ക്യൂ തെറ്റിച്ചിട്ടൊക്കെ ഓടുന്നതും വെടികൂടുന്നതും ഒക്കെ. അപ്പൊ അങ്ങനെ ഇല്ലാത്തത്, ആദ്യം എത്തിയാലും അവസാനം എത്തിയാലും ഒരേപോലെയാണ്. അങ്ങനെയുള്ള അവസ്ഥയിൽ നമ്മൾ ആദ്യം എത്താൻ വേണ്ടി ഓടില്ലല്ലോ. ഈശ്വര സാക്ഷാത്കാരം ആദ്യം എത്തിയാലും അവസാനം എത്തിയാലും ഒരേപോലെയാണ്. അതുകൊണ്ട് ഈ സത്യത്തെ സാക്ഷാത്കരിക്കാൻ വേണ്ടി ഉള്ള ധർമ്മത്തെ നന്നായി അറിയുന്ന ആളുകൾ, പ്രോച്ഛിത കൈതവമായ ഈ ധർമ്മത്തെ അറിയുന്ന ആളുകൾ നിർമ്മത്സരന്മാരാണ്. നിർമ്മത്സരാണാം സദാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം. ആ വാസ്തവമായ ശിവദമായ ശാന്തിയെ തരുന്ന വസ്തുവിനെ അറിയുന്നവർ, അറിഞ്ഞിട്ടുള്ളവർ, അറിയാനുള്ള ഉപാധിയാക്കി നമുക്കൊക്കെ പറഞ്ഞു തരുന്നത് ഭാഗവത ധർമ്മം ആണ്. ആ ഭാഗവത ധർമ്മം കളങ്കമില്ലാത്തതാണ്, പ്രോച്ഛിത കൈതവമായതാണ് എന്നർത്ഥം. വസ്തുശിവദം അതിനെ അനുഷ്ഠിച്ചാൽ, അപ്പൊ അടുത്ത ഒരു ചോദ്യം, ഈ ധർമ്മം അനുഷ്ഠിച്ചാൽ എന്താ കിട്ടുക എന്നുള്ളതാണ്. ധർമ്മം അനുഷ്ഠിച്ചാൽ എന്ത് കിട്ടും? താപത്രയ ഉന്മൂലനം. താപത്രയങ്ങൾ ഇല്ലാതെയായും,
താപത്രയങ്ങൾ എന്ന് പറഞ്ഞാലോ ആധ്യാത്മികം, ആദി ഭൗതികം, ആദി ദൈവികം, ഇങ്ങനെ മൂന്നായിട്ട് പറയാറുണ്ട്. പല അർത്ഥത്തിലാണ് പറയാറുള്ളത്. ചുരുങ്ങിയ അർത്ഥം എന്ന് പറഞ്ഞാല് ആധ്യാത്മികം നമ്മൾ സ്വയം ഉണ്ടാക്കുന്ന ദുഃഖങ്ങൾ, എൻ്റെ ശ്രദ്ധ കുറവ് കൊണ്ട്, എൻ്റെ ഉത്തരവാദിത്വമില്ലായ്മ കൊണ്ട് ഞാൻ ഉണ്ടാക്കുന്ന ദുഃഖങ്ങൾ. ആദി ഭൗതികം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരിൽ നിന്ന്, മറ്റു ഭൂതജാലങ്ങളിൽ നിന്ന്, ഗ്രഹങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ മറ്റാളുകളിൽ നിന്നോ ബന്ധുക്കളിൽ നിന്നോ സുഹൃത്തുക്കളിൽ നിന്നോ മറ്റുള്ളവരിൽ നിന്ന് വരുന്നത് ആദി ഭൗതികം. അതുപോലെ ആദി ദൈവികം എന്ന് പറഞ്ഞാലോ ഈശ്വരൻ നേരിട്ട് തരുന്നത്. ആധ്യാത്മികത്തിന് ഞാൻ തന്നെയാണ് ഉത്തരവാദി. ആദി ഭൗതികത്തിന് എനിക്ക് ചൂണ്ടിക്കാണിക്കാൻ ഒരാളോ അല്ലെങ്കിൽ ഒരു കൂട്ടം വസ്തുക്കളോ ഉണ്ടാവും. ആദി ദൈവികത്തിനോ അങ്ങനെ ഒന്നുമില്ല, ഈശ്വരനിൽ നിന്ന് നേരിട്ട് അനുഭവിക്കേണ്ടി വന്നത്. അത് ആദി ദൈവികം. ഇങ്ങനെയുള്ള എല്ലാ ദുഃഖങ്ങളും മനുഷ്യൻ അനുഭവിക്കുന്ന ദുഃഖങ്ങളെ മുഴുവനുമായി ചേർത്ത് വെച്ചാൽ ഈ 3 കള്ളികളിൽ എഴുതാം. ഞാൻ ഉണ്ടാക്കിയത്, മറ്റുള്ളവർ സമ്മാനിച്ചത്, കാരണത്തിന് ഒരാളില്ലാതെ ഈശ്വരനിൽ നിന്ന് കിട്ടിയത്. ഇങ്ങനെ എല്ലാ ദുഃഖങ്ങളും ഈ 3 എണ്ണമേ ഉള്ളൂ മനുഷ്യൻ. അപ്പൊ ഈ എല്ലാ ദുഃഖങ്ങളും ഇല്ലാതെയാക്കും എന്ന് തന്നെയാണ് പറഞ്ഞത് താപത്രയ ഉന്മൂലനം. ഇത് എവിടെയുണ്ട്? ശ്രീമദ് ഭാഗവതെ മഹാമുനികൃതെ, മഹാമുനിയാൽ വേദവ്യാസനാൽ വിരചിക്കപ്പെട്ട ശ്രീമദ് ഭാഗവതത്തിൽ ഈ ധർമ്മം, കളങ്കമില്ലാത്ത ധർമ്മം, ഈ പ്രയോജനത്തെ, താപത്രയങ്ങളെ ഇല്ലാതെയാക്കുന്ന പ്രയോജനത്തെ തരുന്ന ഈ ധർമ്മം വർണ്ണിക്കപ്പെട്ടിരിക്കുന്നു. കിംവാ പരൈഹി, പിന്നെ നമ്മൾ എന്തിനാ വേറെ ഏതെങ്കിലുമൊക്കെ ധർമ്മങ്ങളുടെ അല്ലെങ്കിൽ വേറെ ഏതിൻ്റെങ്കിലും ഒക്കെ പുറകെ പോകുന്നത്? മറ്റു ഗ്രന്ഥങ്ങളുടെ, മറ്റു ഉപാസനകളുടെ, മറ്റ് കർമ്മങ്ങളുടെ ഒക്കെ പുറകെ പോകുന്നത് എന്തിനു വേണ്ടിയാണ്? കാരണം നമുക്കിത് വളരെ ലളിതമായ ഒന്ന് ഇവിടെ പകർന്നു തന്നിട്ടുണ്ടല്ലോ. കിംവാ പരൈഹി, കാരണം ഈ ധർമ്മത്തെ വേണ്ടതുപോലെ അനുഷ്ഠിച്ചാൽ ഈശ്വര സദ്യോ ഹൃദയവരുദ്ധ്യതേ, ഈശ്വരൻ ഹൃദയത്തിൽ സ്വയമേവ വന്നിട്ട് അവരോധിക്കപ്പെടും. അവരോധിക്കപ്പെടും എന്ന് പറഞ്ഞാൽ പുറത്തുനിന്ന് എവിടുന്നെങ്കിലും ഒക്കെ എഴുന്നള്ളിച്ചു കൊണ്ടുവന്ന് ഹൃദയത്തിൽ വെക്കും എന്നല്ല. ഹൃദയത്തിൽ ഇരിക്കുന്ന ഈശ്വരനെ നമുക്ക് കൂടുതൽ വെളിവായിട്ട്, കൂടുതൽ തെളിഞ്ഞ് അനുഭവിക്കാൻ സാധിക്കും എന്നർത്ഥം. ഈശ്വര സദ്യോ ഹൃദയ അവരുദ്ധ്യത. ഇത് ആർക്കൊക്കെയാ? കൃതിഭിഹി ശുശ്രൂഷുഭിഹി തൽക്ഷണാൽ. കൃതിഭിഹി കർമ്മത്തെ അനുഷ്ഠിച്ച് പ്രവർത്തിക്കുന്ന ആളുകൾക്കായാലും, അതേപോലെ ശുശ്രൂഷുഭിഹി കേൾക്കാൻ ആഗ്രഹിച്ചു വന്നിരിക്കുന്ന ആളുകൾക്കായാലും, തൽക്ഷണം ഉടനെ തന്നെ, കേൾവി ഉണ്ടായ ഉടനെ തന്നെ കർമാനുഷ്ഠാനത്തിന്റെയും അല്ലെങ്കിൽ സൽക്കർമ്മങ്ങളൊക്കെ അനുഷ്ഠിച്ച് ക്രമേണ ശ്രവണത്തിലേക്ക് എത്തിയാൽ ഉടനെ തന്നെ നമുക്ക് ആ ധർമ്മത്തിന്റെ അനുഷ്ഠാനത്തിലൂടെ ഈശ്വര സാക്ഷാത്കാരം സാധ്യമാണ് എന്നാണ് 2ാമത്തെ ശ്ലോകത്തിന്റെ ചെറിയ അർത്ഥം. ഇനി 3ാമത്തെ ശ്ലോകം. നിഗമകൽപ്പതരോർ ഗളിതം ഫലം സുഖമുഖാത് അമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാഹ ഭുവി ഭാവുകാഹ. നിഗമകൽപ്പതരോർ ഗളിതം ഫലം, വേദമാകുന്ന ശാഖിക്കൊമ്പത്തൻപോട് പൂക്കും കുസുമതതിയിലേന്തുന്ന പൂന്തേൻ കുഴമ്പ് എന്ന് പറയാം. മലയാളത്തില് ഉയരത്തമ്മയെ നമസ്കരിക്കുന്ന മന്ത്രമാണ്, ശ്ലോകമാണ്. ഇതേ ആശയം. വേദമാകുന്ന ഒരു കൽപ്പവൃക്ഷം, ഈ കൽപ്പവൃക്ഷത്തിൽ നിന്ന് അടർന്നു വീണ പഴം ആണ് ഭാഗവതം എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അങ്ങനെ അടർന്നു വീണ പഴത്തിൽ നിന്ന് ഒരു പഴം ശ്രീ ശുഖബ്രഹ്മർഷി കൊത്തിയെടുത്തിരിക്കുന്നു. എന്തിനു വേണ്ടിയാണ്? തൻ്റെ കുഞ്ഞുങ്ങൾക്ക് അഥവാ നമ്മളെ പോലത്തെ സാധുക്കൾക്ക് പകർന്നു തരുന്നതിന് വേണ്ടി. എന്നിട്ടോ ഈ വേദമാകുന്ന വൃക്ഷത്തിൽ നിന്ന് ഉതിർന്നു വീണ ഈ പഴത്തിന്റെ രസത്തെ അദ്ദേഹം എടുത്ത് അതിൽ തൻ്റെ ഭാവനയാകുന്ന രസം ഒന്നുകൂടി ചേർത്തിട്ട് നമുക്ക് അദ്ദേഹം പകർന്നു തരികയാണ്. അപ്പോ സുഖമുഖാത് അമൃതദ്രവ സംയുതം, അദ്ദേഹത്തിന്റെ ഭാവനയാകുന്ന അമൃതരസവും കൂടി ചേർത്തിട്ട് നമുക്ക് പകർന്നു തരികയാണ്. അമൃതദ്രവ സംയുതം. അങ്ങനെയുള്ള ഭാഗവതം രസത്തെ പിബത ഭാഗവതം രസം, രസം എന്ന് പറഞ്ഞാൽ ജ്യൂസ് എന്നാണ് അർത്ഥം, എസൻസ് എന്നൊക്കെയാണ് കേട്ടോ അർത്ഥം. അപ്പൊ പിബത ഭാഗവതം രസം ആലയം പിബത ഭാഗവതം രസം എന്നാണ്. പിബത ഭാഗവതം രസം, ഈ ഭാഗവത രസത്തെ കോരി കുടിക്കൂ, ചെവി കൊണ്ട് കോരി കുടിക്കൂ എന്നർത്ഥം. അത് എത്ര തവണ കുടിക്കണം? ആലയം പിബത, ലയിച്ച് എപ്പോഴാണോ നമ്മൾ ഭഗവാനിൽ ലയിച്ചില്ലാതെയാവുന്നത്, ഞാനില്ലാതെ ഭഗവാനിലേക്ക് ലയിക്കുന്നത്, അതുവരെ കുടിക്കും. ആലയം പിബത ഭാഗവതം രസം മുഹുരഹോ പിബത ഭാഗവതം രസം, വീണ്ടും വീണ്ടും ഭാഗവതം രസത്തെ കുടിച്ചാലും പിബത എന്ന് പറഞ്ഞാൽ കുടിക്കൂന്നാണ്.
വീണ്ടും വീണ്ടും ഭാഗവതം രസത്തെ കുടിച്ചാലും പിബത ഭാഗവതം രസം, മുഹുരഹോ പിബത ഭാഗവതം രസം, ആലയം പിബത ഭാഗവതം രസം. ഇനി എങ്ങനെയുള്ള ആളുകളാണ് കുടിക്കേണ്ടത്? ഭുവി ഭാവുകാഹ രസികാഹ, ഭൂമിയിൽ ഭാഗ്യം ചെയ്ത രസികന്മാരായ ആളുകൾ ഈ ഈ ഭാഗവത രസത്തെ കുടിക്കണേ എന്നാണ്. ഭൂമിയിൽ ഭാഗ്യം ചെയ്ത രസികന്മാരായ ആളുകൾ. ഭൂമിയിൽ മാത്രമേ ഭാഗവതമുള്ളൂ. ഭാഗവതത്തിന്റെ മാഹാത്മ്യത്തിൽ ഇനി പറയാൻ പോകുന്നുണ്ട്, നമ്മൾ ആ കഥ കേൾക്കാൻ പോകുന്നുണ്ട്. സത്യലോകത്ത് ബ്രഹ്മാവ് തൂക്കി നോക്കിയതിന്റെ കഥയും ദേവന്മാര് വന്ന് ചോദിച്ചതിന്റെ കഥയും ഭാഗവതം പകർന്നു തരണേ എന്ന് ചോദിച്ചതിന്റെ കഥയും ഒക്കെ പറയുന്നുണ്ട്. പക്ഷെ അത് അവർക്കൊന്നും കിട്ടിയില്ല എന്ന് എടുത്തു പറയുന്നുണ്ട്. അപ്പൊ ഭാഗവത രസം ഭൂമിയിലേ ഉള്ളൂ. ഭാവുകാഹ രസികാഹ, ഭാഗ്യം ചെയ്ത രസികന്മാർ. ഭാഗ്യം എന്ന് വെച്ചാൽ എന്താ? ഇത് കേൾക്കാൻ എന്ന് നിങ്ങൾക്ക് തോന്നുന്നു. എത്രയോ ലക്ഷം ആൾക്കാരില്ലേ, അതിലെത്ര കുറഞ്ഞ ആളുകളായിരിക്കും ഭാഗവതം കേൾക്കുന്ന ആൾക്കാർ. നമ്മുടെ പരിസരങ്ങളിലൊക്കെ എത്രയോ ഭാഗവത സപ്താഹ യജ്ഞങ്ങൾ നടക്കുന്നുണ്ട്. അവിടെ പോയിരുന്നത് കേൾക്കാൻ തോന്നുന്നുണ്ട്. നരസിംഹാവതാരത്തിനോ അല്ലെങ്കിൽ കൃഷ്ണാവതാരത്തിനോ ഏതെങ്കിലുമൊക്കെ പ്രത്യേക സമയങ്ങളിലോ, ചിലർ ഊണിന് മാത്രമായിട്ട്, ഒരു വിരോധമില്ല, അങ്ങനെയെങ്കിലും പോകുന്നുണ്ടല്ലോ. അപ്പൊ അങ്ങനെ ഒരു വളരെ ചെറിയൊരു ശ്രദ്ധ ഉള്ളിടത്ത് നിന്ന് കൂടുതൽ പഠിക്കണം എന്ന് ചിന്തിക്കുന്ന എത്ര ആൾക്കാരുണ്ടാവും? അങ്ങനെ ഒരു ശ്രദ്ധ വന്നില്ലേ, അതാണ് ഭാഗ്യം. അങ്ങനെ ഭാഗ്യമുള്ള ആളുകൾ, ഭൂമിയിൽ ഭാഗ്യം ചെയ്ത ആളുകൾ, അവരിൽ തന്നെ രസികന്മാരായ ആളുകൾ. രസികത്വം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അത് ആസ്വദിക്കാനുള്ള കഴിവാണ്. ഒരു ശാസ്ത്രീയമായ കലയൊക്കെ ആസ്വദിക്കുന്നത് പോലെ, ഒരു ചെണ്ടമേളമോ ഒരു ശാസ്ത്രീയ സംഗീതമോ ഭരതനാട്യമോ ഒക്കെ ആസ്വദിക്കുന്നത് പോലെ ഭാഗവതത്തെയും ആസ്വദിക്കാൻ വേണ്ട രസികത്വം, അതിനെ അറിയാനുള്ള കഴിവ്, അതിനുള്ള താല്പര്യം നമുക്കൊക്കെ ഉണ്ടാകട്ടെ. അങ്ങനെ ഭൂയി ഭാവുകാഹ രസികാഹ ആലയം പിബത, അവർ വീണ്ടും വീണ്ടും ഭാഗവത രസത്തെ കോരി കുടിക്കട്ടെ എന്നാണ് മൂന്നാമത്തെ ശ്ലോകം. രണ്ട് ശ്ലോകങ്ങള് ശ്രീ ശുഖബ്രഹ്മർഷിയെ നമസ്കരിക്കുന്നതാണ്. ഭാഗവതത്തിലെ 2ാമത്തെ അധ്യായത്തിലാണ് ഈ ശ്ലോകങ്ങൾ ഉള്ളത്. യം പ്രവ്രജന്തം അനുപേതം അപേത കൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ പുത്രേതി തന്മയതയാ തരവോഭിനേതു തം സർവഭൂതഹൃദയം മുനിം ആനതോസ്മി. യം പ്രവ്രജന്തം, ആരാണോ ഇറങ്ങിപ്പോകുന്നത്, പരിവ്രാജകനായിട്ട് ഇറങ്ങിപ്പോകുന്നത്, ആ സമയത്ത് ഇപ്പോ ശ്രീ ശുഖബ്രഹ്മർഷി ജനിച്ചതിന്റെ കഥ ദേവി ഭാഗവതത്തിലാണുള്ളത്. അപ്പൊ അദ്ദേഹം ജനിച്ച സമയത്ത് വേദവ്യാസ മഹർഷി, അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്നും ശ്രീ ശുഖബ്രഹ്മർഷി ജനിച്ചു വരുന്ന സമയത്ത് വേദവ്യാസ മഹർഷി ആ ശ്രീ ശുഖബ്രഹ്മർഷിക്ക് നേരത്തെ കൊടുത്ത അനുഗ്രഹം ഉണ്ടായിരുന്നു. മായ ബാധിക്കില്ല, ഭൂമിയിൽ വന്നാൽ മായ ബാധിക്കില്ല എന്നൊരു അനുഗ്രഹം കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ അനുഗ്രഹം ഹേതുവായിട്ട് ശ്രീ ശുഖബ്രഹ്മർഷി ഭൂമിയിൽ ജനിച്ചപ്പോ തന്നെ പരിവ്രാജകനായിട്ട് ഇറങ്ങിപ്പോയി എന്നാണ് കഥ. അങ്ങനെ ഇറങ്ങിപ്പോകുന്ന ശ്രീ ശുഖബ്രഹ്മർഷിയുടെ പുറകെ നടന്നിട്ട് പുത്ര, മകനെ എന്ന് വേദവ്യാസൻ വിളിച്ചു എന്നും, വിളിച്ചപ്പോ ഈ ശ്രീ ശുഖബ്രഹ്മർഷി ആ വിളി കേട്ടില്ല എന്നും, വിളി കേൾക്കാത്തത് ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല, അല്ലെങ്കിൽ അച്ഛനോട് പരിഭവം ഉണ്ടായത് കൊണ്ടല്ല, മറിച്ച് ശരീരത്തിന്റെ, ഇപ്പൊ നമുക്കൊക്കെ ഞാൻ എന്ന് പറയുന്നത് ഈ ഒരു ബൗണ്ടറി ഉണ്ടല്ലോ, ഇതിന്റെ ഉള്ളിലുള്ള ഞാൻ. അപ്പൊ അങ്ങനെ ഒരു ഞാൻ എന്ന പരിമിതമായ ബോധ്യത്തിലല്ല ശ്രീ ശുഖബ്രഹ്മർഷി ഉള്ളത്. അത്ര നമ്മൾ എഴുത്തച്ഛൻ പറഞ്ഞിട്ടില്ലേ, ഞാനെന്ന ഭാവം അത് തോന്നായിക വേണം, ഇഹ തോന്നുന്നതാകിൽ അഖിലം ഞാൻ ഇതെന്ന വഴി. അഖിലം, ഈ പ്രപഞ്ചം മുഴുവൻ ഞാനാണ് എന്ന് തോന്നുന്ന ആളാണ് ശ്രീ ശുഖബ്രഹ്മർഷി. അപ്പൊ അങ്ങനെ തോന്നിയിട്ട് നടക്കുന്ന ആളായതുകൊണ്ട് മകനെ എന്ന് വിളിച്ചപ്പോ അദ്ദേഹം വിളി കേട്ടില്ല. കാരണം അദ്ദേഹത്തിന് ഞാൻ ഇവിടെ മാത്രമല്ല, ഞാൻ എല്ലായിടത്തും ഉണ്ട്. ഈ വിളിക്കുന്ന ആള് പോലും ഈ ഞാൻ എന്ന ബോധത്തിന്റെ ഭാഗമായതുകൊണ്ട് അദ്ദേഹം വിളി കേട്ടില്ല. പക്ഷേ മറ്റൊരു അത്ഭുതം ഉണ്ടായത്, തരവഹ അഭിനേതു, ഇദ്ദേഹം അങ്ങനെ മറുപടി പറയാതെ മുമ്പോട്ട് നടക്കുന്ന സമയത്ത് ചുറ്റുപാടുമുള്ള മരങ്ങളും വള്ളിക്കുടിലുകളുമൊക്കെ ശ്രീ ശുഖബ്രഹ്മർഷിക്ക് വേണ്ടിയിട്ട് വിളി കേട്ടു എന്നാണ്. ശ്രീ ശുഖബ്രഹ്മർഷിക്ക് വേണ്ടിയിട്ട് വിളി കേട്ടു എന്നാണ്. അപ്പൊ അതെങ്ങനെയാ വിളി കേട്ടത്? അദ്ദേഹത്തിന് ഞാൻ ഇവിടെ മാത്രമേ ഉള്ളൂ എന്ന് തോന്നലില്ലാത്തതുകൊണ്ട്, ചുറ്റുപാടും ഞാനാണ് തോന്നുന്നത് കൊണ്ട്, ഈ ശ്രീ ശുഖബ്രഹ്മർഷി നടന്നു പോകുമ്പോൾ അദ്ദേഹത്തിന് ചുറ്റുപാടുള്ള ആളുകൾക്കും മരങ്ങൾക്കും വള്ളിക്കുടിലുകൾക്കും ചെറിയ മൃഗങ്ങൾക്കും ഒക്കെ തോന്നുന്നത് ഞങ്ങളൊക്കെ ശ്രീ ശുഖന്റെ ഭാഗമാണെന്നാണ്. ശ്രീ ശുഖബ്രഹ്മർഷിക്ക് അവരൊക്കെ ശ്രീ ശുഖബ്രഹ്മർഷിയുടെ ഭാഗം തന്നെയാണ്. നമുക്ക് വിരലുകളും മോതിരങ്ങളും ഒക്കെ ഉള്ളതുപോലെ അദ്ദേഹത്തിന്റെ ഭാഗമാണ് ചുറ്റുപാടുള്ളതൊക്കെ. അതുകൊണ്ട് ശ്രീ ശുഖബ്രഹ്മർഷിക്ക് വേണ്ടിയിട്ട് അവരൊക്കെ, ഈ മരങ്ങളൊക്കെ വിളി കേട്ടു. അങ്ങനെയുള്ള തം സർവഭൂത ഹൃദയം മുനിം ആനതോസ്മി, ഇങ്ങനെ എല്ലാ ഭൂതജാലങ്ങളുടെയും ഹൃദയത്തിൽ
അനുപ്രവേശിച്ചിരിക്കുന്നതായ എൻ്റെ ഗുരുനാഥന് അഥവാ ശ്രീ ശിവബ്രഹ്മർഷിക്ക് നമസ്കാരം എന്നാണ്. ഇവിടെ സർവഭൂത ഹൃദയം എന്നതാണ് എടുത്ത് ശ്രദ്ധിക്കേണ്ട വാക്ക്. ഇനി ഭാഗവതം കഥകൾ പറയാൻ പോവുകയാണ്. ശ്രീ ശിവബ്രഹ്മർഷിയുടെ മഹത്വത്തിന്റെ ഏറ്റവും വലിയ ഒരു വാചകമാണ് പറഞ്ഞത്. അദ്ദേഹം സർവഭൂത ഹൃദയനാണ്. സകല ഭൂതജാലങ്ങളെയും അദ്ദേഹത്തിന് എല്ലാ ഭൂതജാലങ്ങളുടെയും ഹൃദയത്തിൽ വസിക്കുന്നയാളാണ് ശ്രീ ശിവബ്രഹ്മർഷി. അതുകൊണ്ട് നമുക്കുള്ള ഗുണം എന്താ? നമ്മള് ശ്രീ ശിവബ്രഹ്മർഷി ഏത് കഥ പറയുമ്പോഴും അതൊക്കെ നമ്മുടെ ഹൃദയത്തിൽ നിന്നുകൊണ്ടുകൂടിയാണ് പറയുന്നത്. അതൊക്കെ നമ്മളുടെ കഥയായിട്ട്, നമുക്ക് ബോധ്യമുള്ള കഥകളായിട്ട് മാറ്റാൻ അദ്ദേഹത്തിന് സാധിക്കും. അതാണ് ഈ വന്ദന ശ്ലോകത്തിന്റെ ഒരു സങ്കല്പം തന്നെ. അപ്പൊ അങ്ങനെ സർവഭൂത ഹൃദയനായ ശ്രീ ശിവബ്രഹ്മർഷിക്ക് നമസ്കാരം എന്ന് പിന്നത്തെ ശ്ലോകം, 4-ാമത്തെ ശ്ലോകം. ഇനി യസ്വാനുഭാവം അഖിലശ്രുതി സാരമേകം അധ്യാത്മദീപം അതിതിദീർഷതാം തമോന്ധം സംസാരിണാം കരുണയാഹ പുരാണഗുഹ്യം തം വ്യാസസൂനും ഉപയാമി ഗുരും മുനീനാം. ഇനി അടുത്ത ശ്ലോകം അതാണ്. ശ്രീ ശിവബ്രഹ്മർഷി തന്നെയാണ് എവിടെയോ നമസ്കരിക്കുന്നത്. യസ്വാനുഭാവം അഖിലശ്രുതി സാരമേകം, അഖില ശ്രുതികളുടെയും എല്ലാ വേദത്തിന്റെയും സാരം, ഏകമായ സാരം, അത് അനുഭവിക്കുന്നതാണ്. യസ്വാനുഭാവം, നമുക്കൊക്കെ അത് സാധന കൊണ്ട് നേടിയെടുക്കേണ്ട സാധ്യമായ വസ്തുവാണെങ്കിൽ അദ്ദേഹത്തെ സംബന്ധിച്ച് ഈ സകല ശ്രുതികളിലെയും സാരം സ്വ അനുഭവമാണ്. അത് അദ്ദേഹം അനുഭവിക്കുന്നതാണ്. യസ്വാനുഭാവം അഖിലശ്രുതി സാരമേകം അധ്യാത്മദീപം അതിതിദീർഷതാം തമോന്ധം. അപ്പൊ അങ്ങനെ ഒരാള് നടന്നു പോകുമ്പോ എങ്ങനെ എന്തുണ്ടാവും? നമ്മുടെ ഉള്ളൂര് നമുക്ക് വേണ്ടിയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടെന്ന്. ഇതേ സങ്കല്പം, വിളക്ക് കൈവശമുള്ളവൻ എങ്ങും വിശ്വം ദീപമയം. ഒരാൾ വിളക്ക് കൊണ്ടുപോകുമ്പോൾ അദ്ദേഹത്തിന് ചുറ്റുപാടും എല്ലായിടത്തും അദ്ദേഹത്തിന് വെളിച്ചം, അദ്ദേഹം ഇരുട്ട് എന്നൊന്നും അറിയുന്നേ ഇല്ല. കാരണം അദ്ദേഹം ചുറ്റുപാടും വെളിച്ചമാണ് കാണുന്നത്, സ്വന്തം പ്രകാശം കൊണ്ട്, തൻ്റെ ഉള്ളിൽ നിന്നുള്ള പ്രകാശം കൊണ്ട്. ഇതുപോലെ തന്നെയാണ് ശ്രീ ശിവബ്രഹ്മർഷിയും. അദ്ദേഹം അധ്യാത്മദീപമാണ്. അധ്യാത്മദീപമായിട്ടുള്ള ആളായതുകൊണ്ട് അദ്ദേഹത്തിന്റെ ചുറ്റുപാടും പ്രകാശം പരക്കുന്നത് കൊണ്ട് അദ്ദേഹം എല്ലായിടത്തും ഈ ജ്ഞാനദീപത്തെ കൊളുത്തി വെക്കുന്നയാളാണ്. അധ്യാത്മദീപം അതിതിതീർഷതാം തമോന്ധം, സ്വയമേവ അജ്ഞാനത്തിന്റെ ഇരുട്ടിൽ നിന്ന് അപ്പുറത്തേക്ക് വന്നിട്ടുള്ള ആളുമാണ് ശ്രീ ശിവബ്രഹ്മർഷി എന്നാണ്. അധ്യാത്മദീപം അതിതിതീർഷതാം തമോന്ധം സംസാരിണാം കരുണയാഹ പുരാണഗുഹ്യം. അങ്ങനെ ഒരാള് ഭാഗവതം എന്തിനാ പറയണേ? ദക്ഷിണ കിട്ടാൻ വേണ്ടിയാണോ, ഭക്ഷണം കിട്ടാൻ വേണ്ടിയാണോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണോ? അദ്ദേഹത്തിന് അങ്ങനെ ഒന്നുമില്ല. കാരണം എന്താ? അദ്ദേഹം അധ്യാത്മദീപമാണ്, സ്വയമേവ ജ്ഞാനിയാണ്, ജ്ഞാനത്തെ സാക്ഷാത്കരിച്ചിട്ടുള്ള ആളാണ്. പിന്നെ എന്തിനു വേണ്ടിയാ? പിന്നെ എന്തിനു വേണ്ടി അദ്ദേഹം ഭാഗവതം പറയണത്? സംസാരിണാം കരുണയാ ആഹ, നമ്മളോടൊക്കെയുള്ള കാരുണ്യം കൊണ്ട് അദ്ദേഹം ഭാഗവതം പറയുന്നു എന്ന് മാത്രം എന്നാണ്. അങ്ങനെയുള്ള സംസാരിണാം കരുണയാഹ പുരാണഗുഹ്യം തം വ്യാസസൂനും, അങ്ങനെയുള്ള വ്യാസപുത്രനായിരിക്കുന്ന ശ്രീ ശിവബ്രഹ്മർഷിക്കായിക്കൊണ്ട് നമസ്കാരം എന്നാണ് അടുത്ത ശ്ലോകം. ഇനി ഇതിനടുത്ത ശ്ലോകങ്ങള് നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയിൽ എന്നാണ്. ഇത് വാസ്തവത്തിൽ മഹാഭാരതത്തിന്റെ വന്ദന ശ്ലോകവുമായിട്ട് കാണാറുണ്ട്. നാരായണനെ നമസ്കരിക്കുന്നു, നരം ചൈവ നരോത്തമം, നരനാരായണന്മാരെയും നമസ്കരിക്കുന്നു, നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം, സരസ്വതി ദേവിയെയും നമസ്കരിക്കുന്നു, വ്യാസ ഭഗവാനെയും നമസ്കരിക്കുന്നു. എന്തിനു വേണ്ടിയാണ്? നാരായണ നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതഹ ജയം ഉദീരയിൽ, ഞാൻ ഇങ്ങനെ ജയം പറയാൻ വേണ്ടിയിട്ട് ഇവരെയൊക്കെ നമസ്കരിക്കുന്നു എന്നാണ്. ജയം എന്ന് പറയുന്നത് മഹാഭാരതത്തിന്റെ മറ്റൊരു പേരാണ്. മഹാഭാരതത്തിന് ശരിക്കും ഇട്ട ആദ്യത്തെ പേര് തന്നെ ജയം എന്നാണ്. സത്യത്തിന്റെ ജയം, അതുപോലെ ധർമ്മത്തിന്റെ ജയം, നീതിയുടെ ജയം എന്ന അർത്ഥത്തില് ജയം എന്നാണ് ആദ്യത്തെ പേരിട്ടത്. പിന്നീടാണ് അത് മഹാഭാരതം എന്ന പേരിലെ ശ്ലോകമുള്ളത്. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യൽ കൃപാതമഹം വന്ദേ പരമാനന്ദ മാധവം എന്നാണ്. മൂകം കരോതി വാചാലം, മൂകനായിട്ടിരിക്കുക, മിണ്ടാൻ വയ്യാത്ത ആളുകൾ, സംസാരിക്കാൻ വയ്യാത്ത ആളുകൾ, അങ്ങനെയുള്ള ആളുകളെ പോലും വാചാലനാക്കി തീർക്കുന്ന, അതുപോലെ പങ്കും ലംഘയതേ ഗിരിം, പങ്കു എന്ന് പറഞ്ഞാൽ കാലിന് സുഖമില്ലാത്ത ആള്, മുടന്തുള്ള ആള് എന്നാണ് അർത്ഥം.
അങ്ങനെയുള്ളവരെ പോലും വലിയ പർവ്വതങ്ങൾ കയറാൻ പ്രാപ്തനാക്കുന്ന ആളും പങ്കും ലംഘയതേഗിരിയും. അതിനൊക്കെ കാരണമായിട്ടിരിക്കുന്നത് യൽ കൃപ, ഏതൊരാളുടെ കൃപ കൊണ്ടാണോ, യൽ കൃപ തമഹം വന്ദേ, ആ ആള് ഞാൻ വന്ദിക്കുന്നു. പരമാനന്ദ മാധവം, പരമാനന്ദ മാധവനെ. സാക്ഷാൽ മാധവൻ എന്ന ആചാര്യനെ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാര് വന്ദിച്ചിരുന്ന ശ്ലോകമാണെന്നും ഒക്കെ വർണ്ണിക്കുന്നുണ്ട്. എന്നാലും വാസ്തവത്തിൽ സാക്ഷാൽ മാധവനെയും നമുക്ക് സങ്കല്പിക്കാം. കാരണം ആ ഒരു ഈശ്വരന്റെ അനുഗ്രഹം കൊണ്ടാണല്ലോ നമുക്കൊക്കെ പലതും ചെയ്യാൻ സാധിക്കുന്നത്. മൂകൻ വാചാലനാക്കുന്നു. ഈ മൂകം കരോതി വാചാലം എന്ന് പറയുമ്പോൾ എപ്പോഴും ഉള്ളിൽ ഓർമ്മയിലുള്ള ഒരു രംഗം സ്വാമിജിയുടെ കഠിനമായ പരീക്ഷണങ്ങളിലൂടെ, അല്ലെങ്കിൽ ട്രെയിനിങ് എന്ന് വേണമെങ്കിൽ ഇപ്പൊ ഇരുന്ന് ആലോചിക്കുമ്പോൾ ട്രെയിനിങ് തോന്നും. അറിയുന്ന പലരും ഉണ്ടാവുമായിരിക്കും ക്ലാസ്സിലൊക്കെ. ഒരു വേദിയില് സ്വാമിജിക്ക് സ്വാഗതം പറയണമായിരുന്നു. സമയം എഴുതി തന്നത് 10 മിനിറ്റോ അങ്ങനെ തോന്നും. പക്ഷെ സമയം എഴുതി തന്നതല്ല, സംഘാടകരിൽ ഞങ്ങളുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ എഴുതി വെച്ചിരുന്നത് 10 മിനിറ്റാണ്. പക്ഷെ എഴുതി തയ്യാറാക്കി വെച്ച വലിയ പ്രഭാഷണമൊക്കെ സ്റ്റേജിൽ വരുമ്പോൾ ആവിയായി പോകുന്ന സന്ദർഭം ഉണ്ടാവാറുണ്ടല്ലോ. സ്റ്റേജിൽ എപ്പോഴെങ്കിലും കയറിയ ആളുകൾക്കറിയാം. അങ്ങനെ സംസാരിച്ച് വന്നപ്പോൾ 10 മിനിറ്റിന് വേണ്ടി വെച്ചതൊക്കെ കൂടി 4 or 5 മിനിറ്റിൽ അത് തീർന്നുപോയി. 10 മിനിറ്റിന് കണക്കാക്കി എഴുതിയെങ്കിലും എഴുതി വന്നപ്പോൾ പറഞ്ഞു വന്നപ്പോൾ 5 മിനിറ്റിൽ തീർന്നുപോയി. ബാക്കി 5 മിനിറ്റ് പ്രഭാഷണത്തിന്, ഈ സ്വാഗത പ്രസംഗത്തിന്റെ അവസാനത്തിൽ സംപൂജ്യ സ്വാമിയെ സ്വാഗതം ചെയ്യുന്നു എന്ന് ക്ഷണിച്ചെങ്കിലും സ്വാമിജി അവിടെ തന്നെ ഇരുന്നു. ഇനി സമയമുണ്ട്, 5 മിനിറ്റ് ബാക്കിയുണ്ട് എന്ന് വാച്ചിലെ കാണിച്ചുകൊണ്ട് അവിടെ തന്നെ ഇരുന്നു സമയമാവുന്നത് വരെ. അപ്പൊ ആ ഒരു 4-5 മിനിറ്റിന്റെ ദൈർഘ്യം എത്ര ഉണ്ടായിരിക്കും? എനിക്ക് എന്ന് മാത്രമല്ല, വ്യക്തിപരമായിട്ട് വേദിയിൽ ഇരിക്കുന്ന എന്റെ 5 മിനിറ്റിന്റെ മാത്രമല്ല, ഒരു സമയത്ത് വേദിയിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ താഴെ ഇരിക്കുന്ന ആളുകൾക്ക് കൂടി ശ്വാസം മുട്ടുന്ന പോലെ. എന്റെ കാര്യം പറയേണ്ടതില്ലല്ലോ. ആകെപ്പാടെ എന്ത് ചെയ്യണമെന്നറിയില്ല. ഇറങ്ങി ഓടിപ്പോവാണോ വേണ്ടത്, അവിടെ നിന്ന് കരയുകയാണോ വേണ്ടത്, ഇനി അതല്ല കൂടുതൽ എന്തെങ്കിലുമൊക്കെ സംസാരിക്കുക വേണ്ടത്, ഒന്നും അറിയാതെ കുറച്ച് സമയങ്ങള് ബ്ലാക്ക് ഔട്ടായി പോവുക എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടല്ലോ. അത് അനുഭവിക്കുകയാണ്. മുമ്പിലിരിക്കുന്ന ആളുകൾക്കും കൂടി കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു അവർക്കും കൂടി ശ്വാസം മുട്ടുണ്ടാവുന്നു. ഈ ആ ഒരു അവസ്ഥയിൽ എത്തുന്നത് എന്തിനു വേണ്ടി? അത് ട്രെയിനിങ് ആണ്. അങ്ങനെയാണ് മൂകനായിരുന്ന ആളെ, സംസാരിക്കാൻ വയ്യാതിരുന്ന ആളെ. ഞാൻ മൂകം എന്ന് പറയുമ്പോൾ എപ്പോഴൊക്കെ എന്റെ ഓർമ്മയിലുള്ള രംഗം ആ മൂകാവസ്ഥയാണ്. ഒന്നും സംസാരിക്കാനില്ല, ഒന്നും ചെയ്യാനില്ല, ഇനി എന്ത് വേണമെന്നറിയില്ല, ആ അവസ്ഥയിൽ. അപ്പൊ അത് അവിടെ നിന്ന് വേദികളിലൊക്കെ ഇരുന്ന് സംസാരിക്കാറാക്കി തീർത്തല്ല മൂകം കരോതി വാചാലം. അതുപോലെയാണ് ഈ പങ്കും ലംഘയതേ ഗിരിം എന്നുള്ളത്. ഒന്നുമല്ലാത്തയിടത്തുനിന്ന് ചെറിയ ചെറിയ ഏതെങ്കിലുമൊക്കെ സ്ഥലത്തേക്ക് പോകണം എന്നൊക്കെ ആഗ്രഹിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഇപ്പൊ കൈലാസയാത്രയടക്കം എത്രയോ തീർത്ഥാക്ഷേത്രങ്ങളിലേക്കും വിദേശ രാജ്യങ്ങളിലേക്കും ഒക്കെ പോകാനുള്ള ഭാഗ്യം കിട്ടിയത് ഒന്നുമല്ലാത്തയിടത്തുനിന്ന് കൈപിടിച്ച് കൊണ്ടുപോയ അത് ഗുരുനാഥനാണ്, അല്ലെങ്കിൽ അതിന്റെ പുറകിൽ നിന്നത് ഭഗവാനാണ്. ആ ഭഗവാനെ, ആ മാധവനെ, രമാധവനെ, ലക്ഷ്മി വല്ലഭനെ നമസ്കരിക്കുന്നു എന്നാണ് ശ്ലോകം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യൽ കൃപാ തമഹം വന്ദേ പരമാനന്ദ മാധവം. ഇങ്ങനെ നമ്മള് ഭാഗവതത്തിന്റെ വന്ദന ശ്ലോകങ്ങൾ അപ്പൊ 2 ഭാഗമായിട്ട് നമ്മൾ കണ്ടു. പൊതുവെ വേദിയിലൊക്കെ ചൊല്ലുമ്പോൾ ഈ ശ്ലോകങ്ങൾക്ക് പുറമെ ശ്രീകൃഷ്ണ കർണാമൃതത്തിലെ കുറച്ച് കൃഷ്ണനെ സ്തുതിക്കുന്ന ഏതാനും ശ്ലോകങ്ങൾ കൂടി ചൊല്ലാറുണ്ട്. അതിനങ്ങനെ നിയതമായ ക്രമമൊന്നുമില്ല. ഇത്രയും ചൊല്ലി കഴിയുമ്പോൾ എന്താണോ ഓർമ്മയിൽ വരുന്നത്, അല്ലെങ്കിൽ എന്താണോ ആ സമയത്ത് തോന്നുന്നത്, അങ്ങനെയുള്ള ഒരു 2-3 ശ്ലോകങ്ങൾ ചൊല്ലാറുണ്ട്. അതങ്ങനെ ക്രമമൊന്നുമല്ല. ഏതായാലും നമ്മുടെ ഭാഗവത വന്ദന ശ്ലോകങ്ങൾ ഇത്രയും ശ്ലോകങ്ങളോട് കൂടിയിട്ട് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി ഒരു ശ്ലോകവും കൂടി ആചാര്യന്മാർ ചിലര് വേദിയിൽ ചൊല്ലാറുണ്ട്. ഭാഗവതത്തിന്റെ വന്ദന ശ്ലോകമായിട്ട് ഗുരുവായൂർ ദേവസ്വത്തിന്റെ പുസ്തകത്തിലൊക്കെ കിട്ടുന്നുണ്ട്, കാണുന്നുണ്ട്. അതിൽ കാണുന്ന ശ്ലോകം ശുഖസാരസ്വതം എന്ന ഭാഗവതത്തിൽ തന്നെയുള്ള ഒരു ഭാഗത്ത് ഉള്ള ശ്ലോകമാണ്. ഭൂതൈർ മഹർഭര്യ ഇമാ പുരവിഭോ നിർമായ ശേതേ യതമോഷു പൂരുഷ ഭൂക്തേ ഗുണാൻ ഷോഡശാത്മക സോലങ്കൃഷിഷ്ട ഭഗവാൻ വജാംസിമേ. എന്റെ വാക്കുകളിൽ ഭഗവാൻ ഈ പ്രപഞ്ചത്തെ 16 അംശങ്ങളായി ഇങ്ങനെ പ്രത്യേക രീതികളിൽ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ഈ ഈശ്വരൻ, ഈ ഭൂതജാലങ്ങളെ മുഴുവൻ സൃഷ്ടിച്ച ആ ഈശ്വരൻ എന്റെ വാക്കുകളിൽ അലങ്കരിച്ചുകൊണ്ട് വാക്കുകളിലൂടെ പ്രകാശിക്കണമേ
എന്റെ വാക്കുകളിൽ ആ ഈശ്വരന്റെ അംശം ഉണ്ടാകണമേ എന്നൊരു പ്രാർത്ഥന കൂടി വന്ദന ശ്ലോകങ്ങളുടെ കൂട്ടത്തിൽ കാണാനുണ്ട്. പക്ഷെ പൊതുവെ വേദിയിൽ ആ ക്രമത്തിലല്ല ചൊല്ലാറുള്ളത് ഞാൻ എന്നുള്ളത് കൊണ്ട് അത് എടുത്തു പറഞ്ഞിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇതാണ് ഭാഗവത വന്ദന ശ്ലോകങ്ങൾ നമ്മൾ 2 ഭാഗങ്ങളായിട്ട് വർണ്ണിച്ചത്. ഒന്നാമത്തെ ഭാഗം ഇഷ്ടദേവതാ പ്രാർത്ഥനയും ഗുരുപരമ്പരയെ വന്ദിച്ചതുമാണ്. 2ാമത്തെ ഭാഗമായിട്ട് നമ്മൾ ഭാഗവതത്തിന്റെ മറ്റു വന്ദന ശ്ലോകങ്ങളെയും ചെറിയ രൂപത്തിൽ കണ്ടു. ഇതേ ശ്ലോകങ്ങളൊക്കെ ഭാഗവതത്തിൽ വരുന്ന സമയത്ത് ഇതേ ശ്ലോകങ്ങളുടെ കൂടുതൽ വിസ്തരിച്ചിട്ട് നമുക്ക് കാണാം. അപ്പൊ അതുവരേക്കും നമുക്ക് ഇപ്പോൾ ഈ 2 ഭാഗങ്ങൾ പഠിക്കാനായിട്ട് നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുകയാണ്. എല്ലാവരും ഇതിന്റെ ആശയവും കൂടി ഉൾക്കൊണ്ടുകൊണ്ട് ശ്ലോകങ്ങൾ പഠിക്കുക. പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, ശ്ലോകങ്ങളുടെ പദങ്ങൾക്കൊക്കെ അർത്ഥമുണ്ട്. ഓരോ ശബ്ദവും വളരെ ശ്രദ്ധിക്കണം. അപ്പൊ ചൊല്ലുന്ന സമയത്ത് അതിലെ ശബ്ദങ്ങളൊക്കെ അക്ഷരങ്ങളൊക്കെ കൃത്യമായിട്ടാണ് ഉച്ചരിക്കുന്നത് എന്ന് ഉറപ്പിക്കാൻ ശ്രദ്ധിക്കാം. ഈ ഒരു ശ്രദ്ധയോട് കൂടിയിട്ട്, എന്ന് വെച്ചാൽ തെറ്റിപ്പോയാൽ കുഴപ്പമുണ്ട് അങ്ങനെ അർത്ഥത്തിലല്ല, തെറ്റിപ്പോവാതിരിക്കട്ടെ. എന്നിരുന്നാലും അഥവാ തെറ്റിപ്പോയാലും വിഷമിക്കേണ്ടതില്ല, തിരുത്തി മുമ്പോട്ട് പോകാം. അങ്ങനെയാണല്ലോ നമുക്ക് സാധിക്കുക. അപ്പൊ ആ ഒരു ശ്രദ്ധ എല്ലാവർക്കും ഉണ്ടാവണം എന്നാണ് ഇവിടെ ഓർമ്മിപ്പിച്ച വിഷയം. നമുക്ക് ഇനി ഭാഗവത വന്ദന ശ്ലോകങ്ങൾ ഇവിടെ സമർപ്പിക്കുകയാണ്. ഇനി മാഹാത്മ്യം, പത്മപുരാണത്തിലെ ഭാഗവത മാഹാത്മ്യം 6 അധ്യായങ്ങളിലായിട്ടാണുള്ളത്. അവിടെ നിന്നാണ് നമ്മൾ ക്ലാസ് ആരംഭിക്കുക. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ക്ലാസ്സിന്റെ കൂടുതൽ വിശദ വിവരങ്ങളൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. അതിന്റെ ലിങ്കും നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇടും. അപ്പോൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. അപ്പൊ അതിൽ കൂടുതൽ വിവരങ്ങളൊക്കെ അറിയാം. അതുപോലെ മുന്നേയുള്ള വീഡിയോയുടെ ലിങ്കും ഇതിൽ താഴെ ഇട്ടിട്ടുണ്ടാവും. മുമ്പുള്ള വീഡിയോകളും കണ്ടിട്ട് ഇതൊരു തുടർച്ചയാണല്ലോ, അതുകൊണ്ട് ഒരു ക്രമത്തിൽ കണ്ടാൽ മാത്രമേ നമുക്ക് അത് പൂർണ്ണമാവുള്ളൂ. അപ്പൊ അതും കൂടി ശ്രദ്ധിക്കാം എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. ഗുരുപരമ്പര അനുഗ്രഹിക്കട്ടെ. ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും നന്മ വരട്ടെ. ഹരി ഓം.